മോദിയുടെ ഗ്യാരണ്ടി പഴയ ഗ്യാരണ്ടിയാണ്, കരണ്ടിയല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കൈക്കോട്ട് പോലെയാണ്, എല്ലാം ഇങ്ങോട്ട് അങ്ങോട്ടൊന്നുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഒരുപാട് നുണകൾ പറഞ്ഞുകൊണ്ടാണ് 2014 BJP സർക്കാർ ഇന്ത്യ ഭരണത്തിലേക്ക് വരുന്നത് അല്ലെ. അന്ന് പറഞ്ഞ നുണകളും പിന്നീട് ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു കാര്യത്തിലേക്കൊന്ന് കടന്നു പോകാം. മോദിയുടെ പഴയ ഗ്യാരണ്ടികൾ. ഒന്നാമത്തെ കാര്യം, കർഷകരുടെ വരുമാനം അത് വർദ്ധിപ്പിക്കുമെന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞ ആദ്യത്തെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് കാണാം. കർഷക സമരം ശക്തമാവുകയാണ്. കൂടുതൽ കർഷകർ ഹരിയാന അതിർത്തിയിലെ ശംഭുവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ എത്തിയ ആവശ്യങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ആണ് കർഷകർ. ഈ കർഷകർ വെറുതെ അങ്ങ് സമരം ചെയ്തതല്ല. അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറച്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കർഷകരെ തീരെഴുതി കൊടുത്ത നരേന്ദ്രമോദിക്കെതിരെയാണ് അവർ ശബ്ദമുയർത്തിയത്.